ഒരു പോളിനോമിയലിലെ ഒരു ബഹുപദത്തിലെ ഏറ്റവും വലിയ കൃതിയാണ് ഇതേപോലെ തന്നിരിക്കുന്ന ഒരു പോളിനോമിയൽ തന്നിട്ട് അതിനകത്തിൽ പി ഓഫ് ഒന്നിന്റെ വില 7 എന്നും പറഞ്ഞായിരുന്നു കഴിഞ്ഞ തവണ തന്ന സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചിട്ട് മക്കളെ -1ന്റെ ക്യൂബ് ചെയ്താൽ -1 തന്നെ വരും. ഡിവൈഡഡ് ബൈ 2ന്റെ ക്യൂബ് എടുത്താൽ നമുക്കറിയാം 2ന്റെ ക്യൂബ് 8. ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എൻട്രി ആപ്പിന്റെ സൂപ്പർ ഓവർ എപ്പിസോഡ് 12ലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ LDC പരീക്ഷയിൽ PSCയുടെ റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്ന പോളിനോമിയൽ അഥവാ ബഹുപദങ്ങൾ എന്ന ടോപ്പിക്കാണ്. വരാൻ പോകുന്ന കുറേയധികം ക്ലാസ്സുകൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് തീർക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യം മുതൽ നിങ്ങൾ വരാൻ പോകുന്ന എല്ലാ എപ്പിസോഡുകളും കൃത്യമായിട്ട് കണ്ട് ഇനി ഈ പാഠത്തിൽ നിന്നുള്ള മാർക്ക് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ നമ്മൾ ആരംഭിക്കുന്നു. പോളിനോമിയൽ കഴിഞ്ഞ LDC പരീക്ഷയിൽ മിക്ക ഉദ്യോഗാർത്ഥികൾക്കും ചെയ്യാൻ കഴിയാതെ പോയ ഒരു മാർക്ക് ഇനി നമ്മൾ നഷ്ടപ്പെടുത്തില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പോളിനോമിയൽ എന്താണ്? പോളി എന്ന വാക്കിന്റെ അർത്ഥം ബഹു അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ എന്നാണ് പോളി എന്ന വാക്കിന്റെ അർത്ഥം. ഒന്നിലധികം, അതാണ് ബഹു. നോമിയൽ എന്ന പദത്തിന്റെ അർത്ഥം പദങ്ങൾ എന്നാണ്. അപ്പൊ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ബഹുപദങ്ങൾ. പാഠത്തിന്റെ പേര് ബഹുപദങ്ങൾ. ഓക്കെ, എന്താണ് ബഹുപദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചരം ചേർത്ത് നിർമ്മിക്കുന്ന ഗണിതശാസ്ത്ര വാചകത്തിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ പദങ്ങൾ ചേർന്ന് വരുന്ന രൂപങ്ങളെ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ. ഉദാഹരണം x² പ്ലസ് 2x പ്ലസ് 5 ഇതൊരു പോളിനോമിയലാണ്. ഇവിടെ 2 അല്ലെങ്കിൽ അതിലധികം പദങ്ങളുണ്ട്. എക്സ് ചേർത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരം ചേർത്ത ഒരു ഗണിതശാസ്ത്ര വാചകം. അതുപോലെ x⁴ പ്ലസ് x പ്ലസ് 4 ഇതൊരു പോളിനോമിയലാണ്. അതുപോലെ x+1 ഇതൊരു പോളിനോമിയലാണ്. ഇതെല്ലാം പോളിനോമിയലാണ്. രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ പദങ്ങൾ ചേർന്ന് വരുന്ന ഗണിതശാസ്ത്ര വാചകങ്ങളെ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ. ശരി, അപ്പൊ പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഏറ്റവും ആദ്യം പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ മക്കളെ കൃതി, പോളിനോമിയലിന്റെ കൃതി, ഇതിനെയാണ് ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളതും പഠിക്കാനുള്ളതും. ഒരു പോളിനോമിയലിന്റെ പവർ അഥവാ ഒരു പോളിനോമിയലിന്റെ കൃതി എന്താണെന്ന് തിരിച്ചറിയണം. ഒരു പോളിനോമിയലിലെ ഒരു ബഹുപദത്തിലെ ഏറ്റവും വലിയ കൃതിയാണ് ആ പോളിനോമിയലിന്റെ കൃതി എന്നറിയപ്പെടുന്നത്. ഒരു പോളിനോമിയലിലെ ഏറ്റവും വലിയ കൃതി അഥവാ പവർ ആരാണോ ആ സംഖ്യയാണ് ആ പോളിനോമിയലിന്റെ കൃതി, ആ പോളിനോമിയലിന്റെ പവർ എന്നറിയപ്പെടുന്നത്. പറഞ്ഞിട്ട് മനസ്സിലായോ? ഒരു പോളിനോമിയലിലെ ഏറ്റവും വലിയ കൃതി അല്ലെങ്കിൽ പോളിനോമിയലിന്റെ കൃതി ഏതെന്ന് ചോദിച്ചാൽ ആ പോളിനോമിയലിലെ ഏറ്റവും വലിയ കൃതി, ഏറ്റവും വലിയ പവർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഇങ്ങനെ: r(x⁴ പ്ലസ് 3x³ പ്ലസ് 2x² പ്ലസ് 4x പ്ലസ് 5 എന്ന ബഹുപദത്തിന്റെ കൃതി എത്ര? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോള്. അപ്പം ഇത് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, എന്ന ബഹുപദത്തിന്റെ കൃതി എത്ര, എന്ന ബഹുപദത്തിന്റെ പവർ എത്ര എന്നാ ചോദിക്കുന്നത്. ഒരു പോളിനോമിയലിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു പോളിനോമിയലിലെ ഏറ്റവും വലിയ പവറിനെ വിളിക്കുന്ന പേരാണ് പോളിനോമിയലിന്റെ പവർ അഥവാ പോളിനോമിയലിന്റെ കൃതി. എങ്കിൽ ഈ പോളിനോമിയലിലെ ഏറ്റവും വലിയ കൃതി 4. r(x⁴) ആ പവറിൽ കിടക്കുന്ന 4 ഏറ്റവും വലിയ കൃതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരി ഉത്തരം 4. ഓപ്ഷൻ ബി 4 ഈ പോളിനോമിയലിന്റെ കൃതി എന്നറിയപ്പെടുന്ന സംഖ്യ. ഈ പോളിനോമിയലിന്റെ കൃതി എന്നറിയപ്പെടുന്ന സംഖ്യ 4. ഓക്കെ, ശരി. ഇനി കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം ഇവിടെ ചോദിച്ചേക്കാം. കഴിഞ്ഞ തവണ PSC ചോദിച്ച പോളിനോമിയലിലെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ചോദ്യം തന്നെയായിരുന്നു. അപ്പൊ ഇനി ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെയൊക്കെയാണ്. ഒരുപക്ഷെ ഇങ്ങനെ ചോദ്യം വന്നേക്കാം. ചോദ്യം: ഒരു ഒന്നാം കൃതി പോളിനോമിയലിനെ മറ്റൊരു ഒന്നാം കൃതി പോളിനോമിയൽ കൊണ്ട് ഗുണിച്ചാൽ ഗുണനഫലത്തിന്റെ കൃതി എന്ത് എന്ന് ചോദിക്കാം. ഓക്കെ, ചോദ്യം ഒന്നുകൂടെ. ഒരു ഒന്നാം കൃതി പോളിനോമിയലിനെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാം കൃതി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ x+1 മക്കളെ, x+1 ഇതിനെ മറ്റൊരു ഒന്നാം കൃതി പോളിനോമിയൽ കൊണ്ട് ഗുണിച്ചാൽ അപ്പൊ മറ്റൊരു ഒന്നാം കൃതി പോളിനോമിയലാണ് x+5. ശരി, ഇതുകൊണ്ട് ഗുണിച്ചാൽ ലഭിക്കുന്ന പോളിനോമിയലിന്റെ കൃതി എന്ത്?
നമുക്കറിയാം രണ്ട് പോളിനോമിയല, ഒരു ഒന്നാം കൃതി, ഇത് ഒരു ഒന്നാം കൃതി. ഇത് പരസ്പരം ഗുണിക്കണമെങ്കിൽ നമുക്കറിയാം ബ്രാക്കറ്റിനുള്ളിലോട്ട് കയറ്റി ഓരോന്നോരോന്നും ഗുണിക്കണം. അങ്ങനെ ഗുണിക്കുമ്പം മക്കളത് ഒന്നുമില്ല, എക്സും എക്സൂടെ ഗുണിക്കുമ്പം എക്സ് സ്ക്വയർ എന്ന് വരും. ശരിയാണോ? അടുത്ത എക്സും 5 ഗുണിക്കുമ്പം 5x എന്ന് വരും, പ്ലസ് 5x എന്ന് വരും. ഓക്കെ. അടുത്തത് പ്ലസ് 1 എക്സൂടെ ഗുണിക്കുമ്പം പ്ലസ് 1x എന്ന് വരും, പ്ലസ് 1x അഥവാ പ്ലസ് x എന്ന് വരും. ഓക്കെ. അടുത്തത് പ്ലസ് 1 5 ഗുണിക്കുമ്പം പ്ലസ് 5 എന്ന് വരും. ക്ലിയർ ആണോ? ശരി, എങ്കിൽ നമുക്കതാ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പം എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ പ്ലസ് 5x പ്ലസ് 1x കൂട്ടിയ പ്ലസ് 6x എന്ന് വരും. ശേഷം ഒരു 5 കൂടെ. നമുക്ക് ലഭിച്ച പോളിനോമിയൽ മക്കളെ ഒരു രണ്ടാം കൃതി പോളിനോമിയലാണ്. അതായത് രണ്ട് ഒന്നാം കൃതി പോളിനോമിയലിന്റെ ഗുണനഫലം ഒരു രണ്ടാം കൃതി പോളിനോമിയലാണ്. രണ്ട് ഒന്നാം കൃതി പോളിനോമിയലിന്റെ ഗുണനഫലം ഒരു രണ്ടാം കൃതി പോളിനോമിയലാണ്. അപ്പൊ ഒന്നുമില്ല, ഗുണിച്ചാൽ കൃതി ഏത് വരും എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കൃതി മക്കളെ ഒന്നാം കൃതിയാണ്, ഇവിടുത്തെ കൃതി ഒന്നാം കൃതിയാണ്. ഇത് പരസ്പരം കൂട്ടിയാൽ മതി, അതായിരിക്കും ഗുണനഫലത്തിന്റെ കൃതി. എങ്കിൽ ഒരു രണ്ടാം കൃതി പോളിനോമിയലും ഒരു മൂന്നാം കൃതി പോളിനോമിയലും തമ്മിൽ ഗുണിച്ചാൽ ലഭിക്കുന്ന പോളിനോമിയലിന്റെ കൃതി എന്ന് ചോദിച്ചാൽ 2 + 3 5. 2 + 3 5. മക്കളെ ഒരു രണ്ടാം കൃതിയും തമ്മിൽ ഗുണിച്ചാൽ 2 + 2 ലഭിക്കുന്ന പോളിനോമിയലിന്റെ കൃതി 4. ഒരു മൂന്നാം കൃതിയും ഒരു ഒന്നാം കൃതിയും തമ്മിൽ ഗുണിച്ചാൽ 3 + 1 ലഭിക്കുന്ന പോളിനോമിയലിന്റെ കൃതി 4. മനസ്സിലായോ? ഇനി ഹരിച്ചാൽ മക്കളെ നേരെ കുറച്ചാൽ മതി. അതായത് ഒരു രണ്ടാം കൃതി പോളിനോമിയലിനെ ഒരു ഒന്നാം കൃതി പോളിനോമിയൽ കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന പോളിനോമിയലിന്റെ കൃതി 2 - 1 1 ആയിരിക്കും, ഒന്നാം കൃതി ആയിരിക്കും. ഒരു മൂന്നാം കൃതിയെ ഒന്നാം കൃതി കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതിന്റെ കൃതി 2 ആയിരിക്കും. ഒരു അഞ്ചാം ഡിഗ്രി പോളിനോമിയലിനെ, അഞ്ചാം ഡിഗ്രി പോളിനോമിയൽ, കൃതി എന്ന് പറഞ്ഞാൽ ഡിഗ്രി എന്നും പറയും. ഒരു 5th ഡിഗ്രി പോളിനോമിയലിനെ ഒരു 4th ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഹരിച്ചാൽ 5 - 4 3 ആയിരിക്കും. പറഞ്ഞിട്ട് മനസ്സിലായോ? എടാ, ഗുണിക്കുവാണെങ്കിൽ കൃതികൾ അഥവാ ഡിഗ്രികൾ അഥവാ പവറുകൾ തമ്മിൽ കൂട്ടിവെച്ചാൽ മതി. ഹരിക്കുവാണെങ്കിൽ പവറുകൾ തമ്മിൽ കുറച്ചാൽ മതി. അതായിരിക്കും ലഭിക്കുന്ന പോളിനോമിയലിന്റെ കൃതി. ക്ലിയർ? അങ്ങനെയെങ്കിൽ മക്കളതാ ഇവിടെ ഒരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റിലെ ഒരു ചോദ്യമാണ്, നമുക്കത് പരിശോധിക്കാം. താഴെ തന്നിരിക്കുന്ന ബഹുപദങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്: ഒരു മൂന്നാം കൃതി ബഹുപദത്തെ ഒന്നാം കൃതി ബഹുപദം കൊണ്ട് ഗുണിച്ചാൽ നാലാം കൃതി ബഹുപദം ലഭിക്കും. മക്കളെ, ഒരു മൂന്നാം കൃതി ബഹുപദത്തെ ഒന്നാം കൃതി ബഹുപദം കൊണ്ട് ഹരിച്ചാൽ, ഒന്നാം കൃതി ബഹുപദം കൊണ്ട് ഗുണിച്ചാൽ, മൂന്നാം കൃതിയെ ഒന്നാം കൃതി കൊണ്ട് ഗുണിച്ചാൽ, നോക്ക്, മൂന്നാം കൃതിയെ ഒന്നാം കൃതി കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം മൂന്നാം കൃതിയെ ഒന്നാം കൃതി കൊണ്ട് ഗുണിക്കുമ്പം 3 + 1 4 ആയിരിക്കണം. 3 + 1 4 ആയിരിക്കണം. ശരിയാ? നാലാം കൃതി ബഹുപദം ലഭിക്കുമെന്ന് പറയുന്നേ, നാലാം കൃതി ബഹുപദം ലഭിക്കുമെന്ന് പറയുന്നേ. എങ്കിൽ ശരിയാ, ഒന്നാമത്തെ പ്രസ്താവന ശരിയെന്ന് നമുക്ക് വെക്കാം. മനസ്സിലായോ? എടാ, ഒരു മൂന്നാം കൃതിയെ ഒന്നാം കൃതി കൊണ്ട് ഗുണിച്ചാൽ 3 + 1 4. 3 + 1 4. ക്ലിയർ? അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരി തന്നെയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇങ്ങനെ: നാലാം കൃതി ബഹുപദത്തെ രണ്ടാം കൃതി ബഹുപദം കൊണ്ട് ഹരിച്ചാൽ മൂന്നാം കൃതി ബഹുപദം ലഭിക്കും. ഒരു നാലാം കൃതി ബഹുപദത്തെ രണ്ടാം കൃതി ബഹുപദം കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 4 - 2 4 - 2 2 വരണം. പക്ഷേ മൂന്നാം കൃതി ബഹുപദം ലഭിക്കുന്ന പറയുന്നേ. മനസ്സിലായി? രണ്ടാമത്തെ പ്രസ്താവന തെറ്റാ. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാ. മനസ്സിലായോ? കാര്യം നാലാം കൃതിയെ രണ്ടാം കൃതി കൊണ്ട് ഹരിച്ചാൽ 4 - 2 2 വരണം. അഞ്ചാം കൃതിയെ രണ്ടാം കൃതി കൊണ്ട് ഹരിച്ചാൽ 5 - 2 മൂന്നാം കൃതി വരണം. ആറാം കൃതിയെ രണ്ടാം കൃതി കൊണ്ട് ഹരിച്ചാൽ 6 - 2 നാലാം കൃതി വരണം. മനസ്സിലായോ? ശരി, അടുത്തത് 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലം ഒരു ഒന്നാം കൃതി ബഹുപദമായിരിക്കും. 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലം ഒരു ഒന്നാം കൃതി ബഹുപദമായിരിക്കും. ശരിയാണോ? ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ച് മക്കളെ, 2 ഒന്നാം കൃതി ബഹുപദങ്ങൾ, 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് തമ്മിൽ ഗുണിച്ചാൽ ലഭിക്കുന്ന പോളിനോമിയലിന്റെ ഡിഗ്രി അഥവാ കൃതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഒന്നുകൂടെ കൂട്ടി 2 ആയിരിക്കും. പക്ഷെ അവര് പറയുന്നത് അതും ഒരു ഒന്നാം കൃതി ആയിരിക്കും എന്നാണ്. മനസ്സിലായി? ഇതും തെറ്റാ. എടാ, ഈ പ്രസ്താവനയും തെറ്റാ.
അപ്പൊ ശരിയായത് ഏത് മാത്രം? നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ്. ശരിയല്ലാത്തതല്ല, ശരിയായത് ഒരെണ്ണമേ ഉള്ളൂ ശരി, അത് ഒന്നാമത്തെയാണ് നമ്മുടെ ശരിയായ പ്രസ്താവന. മനസ്സിലായോ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. ശരി, അപ്പൊ നമുക്കിതാ പോളിനോമിയലിനകത്തിലെ കൂടുതൽ ചോദ്യങ്ങളോട്ട് കിടക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 3x³ പ്ലസ് 4x² പ്ലസ് 2x പ്ലസ് 1 എന്ന ബഹുപദത്തിൽ PSC ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് ചോദ്യങ്ങൾ അഥവാ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പി ഓഫ് 1 ഈക്വൽ ടു ഡാഷ്, പി ഓഫ് -1 ഈക്വൽ ടു ഡാഷ്. ഇതേപോലെ തന്നിരിക്കുന്ന ഒരു പോളിനോമിയൽ തന്നിട്ട് അതിനകത്തിൽ പി ഓഫ് 1ന്റെ വില 7 എന്നും പറഞ്ഞായിരുന്നു കഴിഞ്ഞ തവണ തന്ന സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചിട്ട് പി ഓഫ് 1ന്റെ വില 7 ആണ് എന്നാണ് അവർ തന്നിരുന്നത്. ശരി, അത്തരം ഒരു ചോദ്യം തന്നെയാണ് ഈ കിടക്കുന്നത്. അതായത് പി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതിൽ പി ഓഫ് 1ന്റെയും പി ഓഫ് -1ന്റെയും വില കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. വളരെ നിസ്സാരമായ ചോദ്യമാണ്, വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. മക്കളെ, പി ഓഫ് എക്സ് എന്നത് ഒരു മൂന്നാം കൃതി പോളിനോമിയലാ. കണ്ടോ, ഒരു മൂന്നാം കൃതി പോളിനോമിയൽ തന്നിട്ടുണ്ട്. 3x³ പ്ലസ് 4x² പ്ലസ് 2x പ്ലസ് 1. ശരി, ഇതിൽ പി ഓഫ് 1ന്റെ വിലയും കണ്ടെത്തണം, പി ഓഫ് -1ന്റെ വിലയും കണ്ടെത്തണം. എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കണം. എടാ, പി ഓഫ് എക്സ് ആണ് ഈ കിടക്കുന്നത് എങ്കിൽ പി ഓഫ് 1 ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ പി ഓഫ് -1 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എക്സ് കിടക്കുന്നിടത്ത് 1 ഇട്ട് കൊടുത്താൽ എന്ത് വരുമെന്നും എക്സ് കിടക്കുന്നിടത്ത് -1 ഇട്ട് കൊടുത്താൽ എന്ത് വരുമെന്നും ആണ് ഉത്തരമായിട്ട് നമുക്ക് പറയേണ്ടത്. ശരി, നമുക്ക് ആദ്യം പി ഓഫ് 1 കണ്ടുപിടിക്കാം. മക്കളെ, പി ഓഫ് 1 കണ്ടുപിടിക്കാൻ ആ കിടക്കുന്ന എക്സിന്റെ എല്ലാ സ്ഥാനങ്ങളിലും 1 ചേർത്ത് പറഞ്ഞാൽ മതി. അപ്പൊ ഇങ്ങനെ വരും 3 ഇൻറ്റു 1ന്റെ ക്യൂബ്. ശരിയാണോ? 3 ഇൻറ്റു 1ന്റെ ക്യൂബ്. ഓക്കെ, പ്ലസ് 4 ഇൻറ്റു 1ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 1. ഓക്കെ ആണോ? എടാ, എക്സ് കിടക്കുന്ന എല്ലായിടത്തും 1 ചേർത്ത് പറഞ്ഞാൽ മതി. 3 ഇൻറ്റു എക്സ് കിടക്കുന്നുണ്ട് 1ന്റെ ക്യൂബ് പ്ലസ് 4 ഇൻറ്റു എക്സ് കിടക്കുന്നുണ്ട് 1ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് കിടക്കുന്നുണ്ട് 1 പ്ലസ് പിന്നെ ഒന്നുകൂടെ. നമുക്ക് വില കൊടുക്കുമ്പം മക്കളെ ആദ്യം ക്യൂബുകളുടെയൊക്കെ വില കൊടുക്കാം. നമുക്കറിയാം 1ന്റെ ക്യൂബ് എത്ര? 1ന്റെ ക്യൂബ് മക്കളെ 1 തന്നെയാണ്. ആ 1 ഗുണം 3 എന്ന് പറഞ്ഞാൽ 3 വരും. ഓക്കെ ആണോ? 1ന്റെ ക്യൂബ് 1 തന്നെ. ആ 1 ഗുണം 3 വരും. അടുത്തത് 1ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1. ആ 1 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 തന്നെ വരും. ഒരു 4 എന്ന് വരും. ഓക്കെയാണ്. അടുത്തത് 2 ഇൻറ്റു 1 2 തന്നെയാണ്. 2 ഇൻറ്റു 1 2 തന്നെയാണ്. പ്ലസ് ഒരു 1 കൂടെ. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. മക്കളെ, 1ന്റെ ക്യൂബ് 1 തന്നെ. ആ 1 ഇൻറ്റു 3 3. അടുത്തത് 1ന്റെ സ്ക്വയർ 1 തന്നെ. ആ 1 ഇൻറ്റു 4 പ്ലസ് 4 എന്ന് വരും. അടുത്ത 2 ഇൻറ്റു 1 2. അപ്പം പ്ലസ് 2 ശേഷം അവസാനം പ്ലസ് 1 കൂടെ. വില കൊടുക്കാം. അതായത് കൂട്ടി പറഞ്ഞാൽ മതി. 3 4 കൂട്ടി 7. 7 2 9. 9 1 10. അതായത് പി ഓഫ് 1ന്റെ വില നമുക്ക് ലഭിക്കും 10. പി ഓഫ് 1ന്റെ വില 10 ലഭിക്കും. മനസ്സിലായോ? ശരി, രണ്ടാമത് കണ്ടെത്തേണ്ടത് മക്കളെ പി ഓഫ് -1ന്റെ വിലയാണ്. പി ഓഫ് -1ന്റെ വില. ഈ മൈനസ് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ഉത്തരം തെറ്റാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് വില കൊടുക്കാം. 3 ഇൻറ്റു മക്കളെ മൈനസ് ഉള്ളത് കൊണ്ട് ഞാൻ മൈനസിന് പ്രത്യേകം ബ്രാക്കറ്റ് കൊടുക്കുക. -1ന്റെ ക്യൂബ് പ്ലസ് 4 ഇൻറ്റു -1ന്റെ സ്ക്വയർ. 4 ഇൻറ്റു -1ന്റെ സ്ക്വയർ. ഓക്കെ, അടുത്തത് പ്ലസ് 2 ഇൻറ്റു -1 പ്ലസ് അവസാനം ഒരു 1 കൂടെ. ശരി, നമുക്ക് വില കൊടുത്ത് പറയാം. -1ന്റെ ക്യൂബ് എത്ര? നമുക്കറിയാം -1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -1. -1 ഗുണം -1 ഗുണം -1 ആണ് -1ന്റെ ക്യൂബ്. അപ്പൊ -1 -1 ഗുണിക്കുമ്പോൾ +1 ആകും. +1 -1 ഗുണിക്കുമ്പോൾ -1 ആകും. അപ്പൊ -1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -1. -1 ഗുണം 3 എന്ന് പറഞ്ഞാൽ മക്കളെ -3 എന്ന് വരും. -3. അടുത്തത് -1ന്റെ സ്ക്വയർ +1.
+1 ഇൻറ്റു +4 +4 എന്ന് വരും. +4 എന്ന് വരും. ഓക്കെ ആണോ? അടുത്തത് -1 ഗുണം 2 -1 ഗുണം 2 -1 ഗുണം 2 മക്കളെ -2 അവസാനം ഒരു +1 കൂടെ. ഓക്കെ ആണോ? ശരി, ഞാൻ ബോർഡ് മാസ് എന്ന ടോപ്പിക്കിലും പറഞ്ഞിട്ടുണ്ട്, മൈനസും പ്ലസും മാത്രമേ ഉള്ളൂ ഒരു സമവാക്യത്തിൽ. മൈനസും പ്ലസും മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങ് ചെയ്തു തുടങ്ങാം, ഒരിക്കലും തെറ്റ് വരത്തില്ല. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കോ, ഒരിക്കലും തെറ്റത്തില്ല. ശരി, -3 +4 കൂടെ നമുക്കറിയാം 1 വരും. 1 - 2 മക്കളെ, 1 - 2 1 ന്ന് -2 പോയി കഴിഞ്ഞാൽ -1 -1 +1 0 എന്ന് വരും. ഇനി അതല്ലെങ്കിൽ -3ഉം -2 കൂടെ ഒറ്റയടിക്കും. -3ഉം -2ഉം -5. ഓക്കെ, അടുത്തത് +4ഉം +1ഉം +5. ശരിയാണോ? -3ഉം -2ഉം -5 +4ഉം +1ഉം +5 -5 +5 നമുക്ക് കിട്ടും നമ്മുടെ ശരി ഉത്തരം 0 എന്ന്. നമ്മുടെ ശരി ഉത്തരം എങ്ങനെ ചെയ്താലും 0. അപ്പൊ അതാ P(1)ന്റെ വില കിട്ടി മക്കളെ 10, P(-1)ന്റെ വില കിട്ടി 0. P(-1)ന്റെ വില 0. ക്ലിയർ ആണോ? മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, P(y) = 2y² - 3y - 4 ആയാൽ P(2) എത്ര? P(-3) എത്ര? ഇതാണ് രണ്ട് ചോദ്യങ്ങൾ. P(2)ഉം കണ്ടെത്തണം, P(-3)ഉം കണ്ടെത്തണം. അതിന് P(y) എന്നൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. നോക്കാം മക്കളെ, P(y). ശരി, അതിൽ P(2) കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ y കിടക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലും 2 ചേർത്ത് പറഞ്ഞാൽ മതി. അപ്പൊ 2 ഗുണം y-യുടെ സ്ക്വയറിന് പകരം 2ന്റെ സ്ക്വയർ -3 ഗുണം y-ക്ക് പകരം 2 -4 എന്ന് വരും. ശരി, വില കൊടുക്കാം. ആദ്യം സ്ക്വയർ ചെയ്യാം. 2ന്റെ സ്ക്വയർ 4, 2ന്റെ സ്ക്വയർ 4, 4 × 2 8 എന്ന് വരും. അടുത്തത് 3 × 2 6, പക്ഷേ -3ഉം 2 കൂടെ ഗുണിച്ചപ്പം -6 എന്ന് വരും. ഒരു 4 കൂടെ. ഓക്കെ ആണോ? പ്ലസും മൈനസും മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ പറഞ്ഞ എന്തുവാ, ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. 8 - 6 മക്കളെ 2 വരും. 2 - 4 -2 എന്ന് വരും. 2ൽ നിന്ന് 4 കുറച്ചാ -2 എന്ന് വരും. ശരി ഉത്തരം -2. P(2)ന്റെ വില -2. ശരി, P(-3)യുടെ വില കണ്ടുപിടിക്കാം. P(-3)യുടെ വില കണ്ടുപിടിക്കാം. നോക്കാം. 2 ഗുണം y-യുടെ സ്ഥാനത്ത് -3 സ്ക്വയർ -3 ഗുണം -3 ശേഷം ഒരു -4ഉം കൂടി. നോക്കാം. -3യുടെ സ്ക്വയർ നമുക്കറിയാം, 3യുടെ സ്ക്വയർ 9, 9. മൈനസിന്റെ സ്ക്വയർ എടുത്താൽ അത് പ്ലസ് വരും. അപ്പൊ -3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ +9 വരും. +9 × 2 +18 മക്കളെ, +18. -3 ഗുണം -3 മക്കളെ, ഇതും -3, ഇതും -3, -3ഉം -3 ഗുണിച്ചാൽ +9. ശരിയില്ലയോ? 3 × 3 = 9, മൈനസും ഗുണിച്ചാൽ പ്ലസ്, ശേഷം ഒരു -4ഉം കൂടെ. ശരിയല്ലേ? അപ്പൊ വില കൊടുക്കും. ബാക്കി നമുക്ക് കൂട്ടി പറയാം. 18 × 9 = 27. 18 × 9 കൂട്ടിയ 27. ഓക്കെ, 27 4 കുറച്ചാൽ 23. 23 നമ്മുടെ ശരി ഉത്തരം 23 എന്ന് വരും. ക്ലിയർ ആണെന്ന് വിശ്വസിച്ചോട്ടെ. അതായത് P(-3)യുടെ വില 23, P(2)ന്റെ വില -2. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. വാ. P(x) = 4x³ -2x² -3x -10 ആയാൽ P(-1/2)ന്റെ വില എത്ര? P(-1/2) ഒന്നുമില്ല, നമ്മൾ നേരത്തെ 1ഉം 2ഉം -1ഉം -3ഉം ഒക്കെ കൊടുത്തതുപോലെ x കിടക്കുന്നിടത്ത് -1/2 കൊടുത്താൽ മതി. അപ്പൊ P(-1/2)ന്റെ വില കണ്ടുപിടിക്കാൻ പോകണേ. -1/2ന്റെ വില കണ്ടുപിടിക്കാൻ നോക്കാം. 4 ഗുണം -1/2 എന്ന് വരും. ഓക്കെ, -2 ഗുണം -1/2 എന്ന് വരും. -3 ഗുണം -1/2 എന്ന് വരും.
ഓക്കെ, ശേഷം ഒരു -10 കൂടെ. അപ്പം എക്സ് കിടക്കുന്ന എല്ലായിടത്തും -1/2 ഇട്ട് കൊടുത്തു. ശരി, നമുക്ക് ആദ്യം ക്യൂബ് ചെയ്ത് എഴുതാം. 4 ഗുണം മക്കളെ -1ന്റെ ക്യൂബ് ചെയ്താൽ -1 തന്നെ വരും. ഡിവൈഡഡ് ബൈ 2ന്റെ ക്യൂബ് എടുത്താൽ നമുക്കറിയാം 2ന്റെ ക്യൂബ് 8 ശരിയില്ലയോ, 8 എന്ന് വരും. -1/8 എന്ന് വരും. -1/8 എന്ന് വരും. അടുത്തത് മൈനസ് കൊടുത്തു. 2 ഗുണം -1ന്റെ സ്ക്വയർ മക്കളെ, 1ന്റെ സ്ക്വയർ നമുക്കറിയാം 1. താഴെ അതായത് -1ന്റെ സ്ക്വയർ ചെയ്താൽ +1 വരും. -1ന്റെ സ്ക്വയർ ചെയ്താൽ +1 വരും. 2ന്റെ സ്ക്വയർ എടുത്താൽ 4 വരും. 2ന്റെ സ്ക്വയർ 4 എന്ന് വരും. ഓക്കെ ആണോ? അപ്പൊ ഒന്നുകൂടെ അത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഇവിടെ 4 അങ്ങനെ തന്നെ എഴുതി. 4 നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഗുണം -1നെ ക്യൂബ് ചെയ്താൽ -1 തന്നെ. ഡിവൈഡഡ് ബൈ 2ന്റെ ക്യൂബ് എടുത്താൽ അത് 8 മൈനസ് 2 ഇൻറ്റു -1ന്റെ സ്ക്വയർ എടുത്താൽ അത് +1. താഴെ 2ന്റെ സ്ക്വയർ എടുത്താൽ 4 മൈനസ് 3 ഇൻറ്റു -1/2 എന്ന് വരും. ഓക്കെ, മൈനസ് ഒരു 10 കൂടെ. ശരി, നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്നവരെല്ലാം വെട്ടിക്കളയാം. അപ്പൊ ഇങ്ങനെ വരും. 4-നകത്ത് 4 ഒരു വട്ടം, 8-നകത്ത് 2 വട്ടം. അപ്പൊ 1 ഗുണം -1 എന്ന് പറഞ്ഞാൽ -1/2 എന്ന് വരും. അടുത്തത് 2-നകത്ത് 2 ഒരു വട്ടം, 4-നകത്ത് 2 വട്ടം. -1 ഗുണം 1 എന്ന് പറഞ്ഞാൽ -1/2 വരും. ഓക്കെ, -1/2 വരും. അടുത്തത് ഇവിടെ -3ഉം -1 ഗുണിക്കാനേ പറ്റത്തുള്ളൂ, വേറെ മാർഗമില്ല, വെട്ടിക്കളയാൻ പറ്റത്തില്ല. -3ഉം -2 ഗുണിച്ചാൽ നമുക്കറിയാം +6 എന്ന് വരും. സോറി, +3 എന്ന് വരും. -3ഉം -1 ഗുണിച്ചാൽ -3ഉം -1 ഗുണിച്ചാൽ +3 എന്ന് വരും. ആണോ? +3/2 എന്ന് വരും. ശേഷം ഒരു 10 കൂടെ. ശരി, നമുക്ക് നോക്കാം. ഇവിടെ -1/2 ആണ്, ഇതും -1/2 ആണ്. നമുക്കറിയാം -1/2 അതായത് അരയും രണ്ട് ഒരേ ചിഹ്നങ്ങൾ വന്നാൽ നമുക്കറിയാം കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കും. ശരിയാണോ? -1/2 നമുക്കറിയാം എന്താ, ഇത് രണ്ടും കൂടെ കൂട്ടാൻ. അല്ലെങ്കിൽ ഇവിടെ 3 നോക്ക്, ഇതിന് 3നും പൊതുവായ ഛേദമാ. ഇവിടെ 3 പൊതുവായ ഛേദമാ. നമ്മൾ ഛേദം അങ്ങനെ തന്നെ എഴുതും. ശരിയാണോ? ഛേദം അങ്ങനെ തന്നെ എഴുതും. എന്നിട്ട് അംശങ്ങളെ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ നോക്കി, -1 മക്കളെ -1 പ്ലസ് വീണ്ടും -1 പ്ലസ് 3, ശേഷം എല്ലാം കഴിഞ്ഞിട്ട് പ്ലസ് ഒരു 10 കൂടെ. -1ഉം -1 നമുക്കറിയാം -2 വരും. -2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ -2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? +1 വരും. +1/2 എന്ന് വരും. -1ഉം -1ഉം -2, -2 പ്ലസ് 3. അപ്പൊ 2 വ്യത്യസ്ത ചിഹ്നം വന്നാൽ വലുതും ചെറുത് കുറയ്ക്കും. 3 2 കുറച്ചാ 1. വലുതിന്റെ ചിഹ്നം പ്ലസ്സാ. അപ്പൊ +1/2 എന്ന് വരും. ശേഷം ഒരു 10ഉം കൂടെ. മക്കളെ 1/2 പ്ലസ് 10 എന്ന് വരും. 1/2 പ്ലസ് 10 എന്ന് വരും. അതായത് 10 പ്ലസ് 1/2 എന്ന് വരും. ശരി, നമുക്കറിയാം ഇത് കൂട്ടുന്ന എങ്ങനെ. 2 താഴെ തന്നെ, 2 20 പ്ലസ് 1 20 പ്ലസ് 1 21. ശരി, ഉത്തരം 21/2 എന്ന് വരും. 21/2 എന്ന് വരും. അതായത് ഈ കിടക്കുന്ന നമ്മുടെ പോളിനോമിയലിൽ P of -1/2 എടുത്താൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം 21/2. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ഇതിന്റെ റിവേഴ്സ് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു 3 ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാലോ? PSCയുടെ 2008 സമയത്ത് സ്ഥിരമായിട്ട് ചോദിച്ച ഈ മോഡലിലെ റിവേഴ്സ് 3 ചോദ്യങ്ങൾ നോക്കൂ മക്കളെ. F of Q ഈക്വൽ ടു 9Q² പ്ലസ് TQ പ്ലസ് 5 ആണ്. F of 1 ഈക്വൽ ടു 21 ആയാൽ ടിയുടെ വില എത്ര? അതിൽ ഓപ്ഷൻ ഉണ്ട് 14, 7, 21, 35. മക്കളെ F of Q, F of X, F of Y എന്നൊക്കെ പറഞ്ഞതുപോലെ F of Q യുടെ എക്സിന് പകരം Q 9Q² പ്ലസ് TQ പ്ലസ് 5. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഒരു രണ്ടാംകൃതി പോളിനോമിയലാ. കണ്ടല്ലോ, ഒരു രണ്ടാംകൃതി പോളിനോമിയലാ. അതിൽ F of 1 എന്നത് 21 ആണെങ്കിൽ ടിയുടെ വില എത്ര? 2008 വാർഡന്റെ ചോദ്യമാണ്.
ശരി, നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചത് എഫ് ഓഫ് എക്സിന്റെ അല്ലെങ്കിൽ എഫ് ഓഫ് ക്യൂവിന്റെ ഒക്കെ വില തന്നിട്ട്, ഒരു പോളിനോമിയൽ തന്നിട്ട് അതിൽ എഫ് ഓഫ് 1 കണ്ടുപിടിക്കാൻ, എഫ് ഓഫ് 2 കണ്ടുപിടിക്കാൻ, എഫ് ഓഫ് -2 കണ്ടുപിടിക്കാൻ, എഫ് ഓഫ് -1/2 കണ്ടുപിടിക്കാനൊക്കെയാണ്. എന്നാൽ ഇവിടെ അതല്ല. എടാ, ഇവിടെ 9q² ഉണ്ട്. ഇവിടെ ടി ക്യൂ ആ മക്കളെ, ടി ക്യൂ. അതായത് ടി എന്നത് ഏതോ ഒരു സംഖ്യയായിരുന്നു, അറിയത്തില്ല. +5 ഉണ്ട്. ഇതിൽ എഫ് ഓഫ് 1 അതായത് ഈ ഒരു പോളിനോമിയലിൽ എഫ് ഓഫ് 1 കണ്ടുപിടിച്ചാൽ അത് 21 വരും എന്നാ പറയുന്നത്. എഫ് ഓഫ് 1 കണ്ടുപിടിച്ചാൽ മക്കളെ 21 വരും എങ്കിൽ ടിയുടെ വില എത്ര എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി, എഫ് ഓഫ് 1 നമ്മൾ കണ്ടുപിടിക്കാൻ പോവാ. കാര്യം എഫ് ഓഫ് 1ന്റെ വില അവര് തന്നിട്ടുണ്ട് 21. അപ്പൊ ഈ കിടക്കുന്ന നമ്മുടെ പോളിനോമിയലിൽ ക്യൂവിന് പകരം നമ്മൾ 1 ഇട്ട് കൊടുക്കുക. ശരി, നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം 9 ഇൻറ്റു ക്യൂവിന് പകരം 1ന്റെ സ്ക്വയർ പ്ലസ് ടി ക്യൂ ആ, ടിയുടെ വില നമുക്കറിയത്തില്ല. അപ്പൊ ടി ഇൻറ്റു ക്യൂവിന് പകരം നമുക്കറിയാം 1. കാര്യം എഫ് ഓഫ് 1 കണ്ടുപിടിക്കുന്നത്. എഫ് ഓഫ് ക്യൂവിനകത്തിൽ എഫ് ഓഫ് 1 കണ്ടുപിടിക്കുക. അപ്പൊ ക്യൂ കിടക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലും 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പം നോക്കാം, ടി ഇൻറ്റു 1 പ്ലസ് 5. ഇതാണ് മക്കളെ നമ്മുടെ എഫ് ഓഫ് 1 എന്ന പോളിനോമിയൽ. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, എടാ എഫ് ഓഫ് 1 എന്ന ഈ പോളിനോമിയൽ ചെയ്യുമ്പം ഇതിന്റെ വിലയായിട്ട് എന്ത് കിട്ടണം? 21 കിട്ടണം. എങ്കിൽ മക്കളെ ഈക്വൽ ടു 21 എഴുതാം. എടാ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വില 21. ശരി, നമുക്ക് ചെയ്ത് നോക്കാം. 1ന്റെ സ്ക്വയർ 1 ഇൻറ്റു 9 9 അല്ലേ? പ്ലസ് 1 ഗുണം ടി എന്ന് പറഞ്ഞാൽ ടി തന്നെയാണ്, പ്ലസ് 5 ഈക്വൽ ടു 21 വരും. നോക്കാം, 9 5 നമുക്ക് ഒരുമിച്ച് കൂട്ടാം. 9 5 കൂട്ടിയ 14 അധികം ഒരു ടി ഈക്വൽ ടു 21 വരും. ശരി, ടിയുടെ മാത്രം വില കണ്ടുപിടിക്കാൻ 21 മൈനസ് 14 എന്ന് വരും. നമ്മുടെ ശരി ഉത്തരം 7 എന്ന് കിട്ടും. 21 14 കുറച്ചാൽ 7 എന്ന് വരും. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി 7 ആണ്. മനസ്സിലായോ? എളുപ്പമില്ലയോ? PSCയുടെ ഒരു മുൻവർഷ ചോദ്യമാണ്. അതായത് എഫ് ഓഫ് ക്യൂവിനകത്തിൽ എഫ് ഓഫ് 1 21 ആണെങ്കിൽ അവിടെ മിസ്സായി പോയ ടിയോടൊപ്പം ഉള്ള സംഖ്യ ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. ക്യൂവിന്റെ ഗുണോത്തരം. അവിടെ ക്യൂവിന്റെ ഗുണോത്തരമാണ് ടി. ആ ടിയുടെ വില എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉത്തരം കിട്ടും 7 എന്ന്. ക്ലിയർ അല്ലേ? കാണുമെന്ന് കരുതട്ടെ. എങ്കിൽ അതേ 2008 ചോദിച്ച മെയിൽ വാർഡന്റെ ഒരു ചോദ്യമാണ് ഈ കിടക്കുന്നത്. നിങ്ങളെ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x³ പ്ലസ് 5x² പ്ലസ് kx മൈനസ് 6. ഓക്കെ, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോളിനോമിയൽ. പി ഓഫ് എക്സ് എന്നത് 2x³ പ്ലസ് 5x² പ്ലസ് kx മൈനസ് 6. ഇതിൽ പി ഓഫ് 1ന്റെ വില മക്കളെ 2 ആയാൽ കെയുടെ വില എത്ര എന്നാ ചോദിക്കുന്നത്. പി ഓഫ് -1ന്റെ വില, അതായത് ഈ പോളിനോമിയലിൽ പി ഓഫ് -1 എന്ന് ഇട്ട് കൊടുത്താൽ 2 വരുമെങ്കിൽ കെയുടെ വില എത്ര? ഈ ഒരു പോളിനോമിയലിൽ പി ഓഫ് -1 എന്ന ഇട്ട് കൊടുത്താൽ 2 ലഭിക്കുമെങ്കിൽ കെയുടെ വില എത്ര എന്നാ ചോദിക്കുന്നത്. ശരി, നമുക്ക് ചെയ്തു നോക്കാം. പി ഓഫ് -1 തന്നെ ചെയ്യാൻ പോവാ. കാര്യം പി ഓഫ് -1ന്റെ വില നമുക്കറിയാം. അപ്പൊ ഈ കിടക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലും എക്സ് കിടക്കുന്ന എല്ലായിടത്തും -1 ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത് പഠിച്ചതാണ്. മക്കളെ 2 ഗുണം പറ -1ന്റെ ക്യൂബ് പ്ലസ് 5 ഗുണം -1ന്റെ സ്ക്വയർ പ്ലസ് കെ ഗുണം -1 ശേഷം -6. ഓക്കെ, അപ്പം പി ഓഫ് -1 ആണ് ഈ കിടക്കുന്നത്. ഇതിന്റെ വില കൃത്യമായിട്ട് 2 വരുമെന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഈക്വൽ ടു 2 എന്ന് എഴുതാം. നമുക്കറിയാം -1ന്റെ ക്യൂബ് -1 -1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ -2 എന്ന് വരും. -2 -1 ഇൻറ്റു 2 -2. -1ന്റെ സ്ക്വയർ +1 +1 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ +5 വരും. +5. ഓക്കെ ആണോ? ഒന്നുകൂടെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ. -1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ -1 -1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ -2 എന്ന് വരും. ശരിയാണോ? -2. -1ന്റെ ക്യൂബ് -1 ആണ്. -1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ -2 വരും.
ക്ലിയർ. അടുത്തത് -1ന്റെ സ്ക്വയർ നമുക്കറിയാം +1. -1ന്റെ സ്ക്വയർ +1. +1 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ +5 വരും. +5. ഓക്കെ. അടുത്തത് k ഗുണം -1 നമുക്കറിയാം -k വരും. -k വരും. ശേഷം -6 ഈക്വൽ ടു 2 ആണ്. ശരി, നമുക്ക് വില കൊടുക്കാം. ക്രിയ ചെയ്യുമ്പം -2 +5 നമുക്കറിയാം 2 വ്യത്യസ്ത ചിഹ്നം വന്നാൽ വലുതും ചെറുത് കുറയ്ക്കും. 5ന്ന് 2 കുറച്ചാൽ 3. വലുതിന്റെ ചിഹ്നം പ്ലസ്സാ, വലുത് 5, വലുതിന്റെ ചിഹ്നം പ്ലസ്സാ, +3 എന്ന് വരും. +3 -6 നമുക്കറിയാം +3 -6 +3 -6 +3 -6 എന്ന് പറഞ്ഞാൽ -3 എന്ന് വരും. -3. ഓക്കെ ആണോ? -3. അപ്പം ഇതും ഇതൂടെ ക്രിയ ചെയ്തപ്പം മക്കളെ -3 വന്നു. ക്ലിയർ. -3 ശേഷം ഒരു -k സമം 2 എന്ന് വരും. ഓക്കെ ആണോ? -3 -k ഈക്വൽ ടു 2 എന്ന് വരും. നമുക്ക് കെയുടെ വിലയാണ് വേണ്ടത്. അപ്പം കേതാ -k ഇപ്പുറത്ത് തന്നെ എഴുതാം. -k ഈക്വൽ ടു, കാര്യം k മാത്രമായിട്ട് എഴുതാൻ പറ്റത്തില്ല, കെയുടെ ചിഹ്നം ഉണ്ട് മൈനസ്, അതിനും കൂടെ ചേർത്ത് ഇടത് സൈഡിലും എഴുതി. -k സമം വലത് സൈഡിൽ 2 ഉണ്ട്. മക്കളെ ഇവിടുത്തെ -3 അപ്പുറത്ത് പോകുമ്പോൾ നമുക്കറിയാം +3 ആകും. 2 + 3 എന്ന് വരും. അതായത് -k സമം മക്കളെ 5 എന്ന് വരും. -kയുടെ വില 5 എന്ന് വരും. എല്ലാവരും ഫസ്റ്റ് ഓപ്ഷൻ എ കാണുമ്പോ തന്നെ കറപ്പിച്ചു വെക്കും. എന്നാൽ തെറ്റാ, അത് തെറ്റാ. കാര്യം എന്താ? നമുക്കിപ്പോ കിട്ടിയ വില എന്തുവാ? -k സമമാണ് 5. എടാ -kയുടെ വിലയാണ് കിട്ടിയത്. നമ്മളോട് ചോദിച്ചത് -kയുടെ വിലയല്ല, വെറും കെയുടെ വിലയാ, +kയുടെ വിലയാ. അപ്പൊ ഒന്നുമില്ല, -kയുടെ വില 5 എങ്കിൽ കെയുടെ വില കണ്ടുപിടിക്കാൻ രണ്ടിടത്തും മൈനസ് കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ഇവിടുത്തെ മൈനസ് കളയണം. ഇവിടുത്തെ മൈനസ് കളയാൻ ഇവിടെയും അപ്പുറത്തും രണ്ടിടത്തും ഇടത്തും വലത്തും മൈനസ് കൊണ്ട് ഗുണിക്കും. അങ്ങനെ ഗുണിക്കുമ്പോൾ മക്കളെ ഇവിടെ +k ആവുകയും ചെയ്യും, റൈറ്റ് സൈഡിൽ -5 ആവുകയും ചെയ്യും. ഓക്കെ ആണോ? ഇടത് സൈഡിൽ നിന്ന് പ്ലസ് പോവുകയും ചെയ്യും, വലത് സൈഡ് മൈനസ് വരികയും ചെയ്യും. ഇടത് സൈഡ് മൈനസ് പോവുകയും ചെയ്യും, വലത് സൈഡ് മൈനസ് വരികയും ചെയ്യും. കെയുടെ വില -5 എന്ന് വരും. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി -5. കെയുടെ വില -5. ക്ലിയർ അല്ലേ? വ്യക്തമായി കാണും എന്ന് കരുതട്ടെ. ശരി, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ. അടുത്തൊരു ചോദ്യം 2008 സ്റ്റോർ കീപ്പറിന് ചോദിച്ച അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ്. P(n) സമം n³ + 3n² + 3n ആയാൽ P(n+1) എത്ര? മക്കളെ P(n) എന്നത് n³ + 3n² + 3n ആയാൽ P(n+1) നമ്മൾ ഇത്രയും നേരം ചെയ്തത് P(n) അല്ലെങ്കിൽ P(x) അല്ലെങ്കിൽ P(y) ഒക്കെ തന്നിട്ട് P(1)ന്റെ വില, P(2)ന്റെ വില, P(3)ന്റെ വില, P(-1)ന്റെ വില, P(-2)ന്റെ വില ഇത് കണ്ടുപിടിക്കാനാണ്. എന്നാൽ ഇവിടെ അങ്ങനല്ല, P(n+1)ന്റെ വില കണ്ടുപിടിക്കാൻ. എന്ന് പറഞ്ഞാൽ എടാ n കിടക്കുന്ന എല്ലാ ഇടങ്ങളിലും, n എന്ന ചരം കിടക്കുന്ന എല്ലാ ഇടങ്ങളിലും n+1 എന്ന് ചേർത്ത് വില കണ്ടുപിടിക്കാൻ. എടാ n കിടക്കുന്ന എല്ലായിടത്തും n+1 എന്ന് ചേർത്തിട്ട് വില കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ചോദ്യം മനസ്സിലായി കാണും എന്ന് കരുതിക്കൊണ്ട് നേരെ നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. എങ്കിൽ P(n+1)ന്റെ വില കണ്ടുപിടിക്കാൻ പോവാം. അതായത് മക്കളെ നേരത്തെ നമ്മൾ P(2) കണ്ടുപിടിക്കുമ്പോൾ n എന്ന് കിടക്കുന്ന എല്ലായിടത്തും അല്ലെങ്കിൽ x എന്ന് കിടക്കുന്ന എല്ലായിടത്തും 2 ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ y എന്ന് കിടക്കുന്ന എല്ലായിടത്തും -1 ഇട്ട് കൊടുക്കും. ഇവിടെ P(n+1)ന്റെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n എന്ന് കിടക്കുന്ന എല്ലായിടത്തും n+1 എന്നിട്ട് കൊടുക്കണം. ശരി, നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഇങ്ങനെ വരും, n³ എന്ന് കിടക്കുന്നത്. അപ്പൊ n³ സ്ഥാനത്ത് നമ്മൾ എന്നിട്ട് കൊടുക്കണം n+1. മക്കളെ n+1ന്റെ ക്യൂബ്. ഓക്കെ, +3 ഗുണം n എന്നാ കിടക്കുന്നത്, n² എന്നാ കിടക്കുന്നത്. അവിടെ നമ്മൾ n+1ന്റെ സ്ക്വയർ ഇട്ട് കൊടുക്കണം, n+1ന്റെ സ്ക്വയർ. ഓക്കെ, +3 ഗുണം n എന്നാ കിടക്കുന്നത്. അപ്പൊ n എന്ന് കിടക്കുന്നിടത്ത് n+1 എന്നിട്ട് കൊടുക്കണം. ഓക്കെ ആണോ? 3 ഗുണം n+1. എടാ n എന്ന് കിടക്കുന്ന എല്ലായിടത്തും n+1 എന്ന് ചേർത്തു. ശരി, അങ്ങനെ ചേർക്കുമ്പം ഇനി നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യണം. എടാ ഈ സാധനത്തിനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഇത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? a+b² എന്നാ കിടക്കുന്നത്. a+b³ എന്നാ കിടക്കുന്നത്. നമുക്കറിയാം a+b³ എന്ന് പറഞ്ഞാൽ a³ + 3a²b + 3ab² + b³. അതാണ് ഇതിന്റെ എക്സ്പാൻഷൻ. മക്കളെ ഇങ്ങനെ
ദാ എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ശരി, ഈ രീതിയിൽ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന n ആണ്. അപ്പൊ ഇങ്ങനെ വരും n ക്യൂബ്, ഓക്കെ, പ്ലസ് 3a സ്ക്വയർ ബി 3 ഗുണം മക്കളെ 3 ഗുണം a സ്ക്വയർ. എയുടെ സ്ഥാനത്ത് ആരാ? n ആണോ? അപ്പം 3n സ്ക്വയർ ബി, ബി എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പം 3 ഇൻറ്റു n സ്ക്വയർ ഇൻറ്റു 1 വരും. അപ്പൊ 3 ഇൻറ്റു n സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3n സ്ക്വയർ തന്നെ അല്ലേ? ശരിയില്ലയോ? 3 ഇൻറ്റു 3a സ്ക്വയർ ബി 3 ഗുണം n സ്ക്വയർ ഇൻറ്റു 1. 3 ഗുണം n സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞ മക്കളെ ആര് തന്നെ? 3n സ്ക്വയർ തന്നെ. ശരി, 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ. അപ്പൊ 3 ഗുണം എ ആരാ? എയുടെ സ്ഥാനത്ത് എന്നാ? 3n ഇൻറ്റു ബി സ്ക്വയർ. 3 ഗുണം എയുടെ സ്ഥാനത്തുള്ള n എഴുതി ഗുണം ബിയുടെ സ്ഥാനത്തുള്ള 1. 1ന്റെ സ്ക്വയർ ആര് തന്നെ മക്കളെ? 1 തന്നെ. അപ്പൊ 3 ഗുണം n ഗുണം 1 വരും. 3 ഗുണം n ഗുണം n എന്ന് പറഞ്ഞാൽ 3n. ഓക്കെ ആണോ? പ്ലസ് ബി ക്യൂബ്, ബിയുടെ സ്ഥാനത്ത് 1. അപ്പൊ 1ന്റെ ക്യൂബ് 1 തന്നെ. ഓക്കെ ആണോ? അപ്പൊ n പ്ലസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ n ക്യൂബ് പ്ലസ് 3n സ്ക്വയർ പ്ലസ് 3n പ്ലസ് 1 എന്ന് വരും. മനസ്സിലായോ? ശരി, വീണ്ടും പ്ലസ് ഇട്ടു. അടുത്തത് 3 ഗുണം മക്കളെ ഇവിടെ കിടക്കുന്നത് n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നാ. n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ, അതായത് ഇത് നമ്മൾ പഠിച്ചിരിക്കുന്ന a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നല്ലേ? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നല്ലേ? എങ്കിൽ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പം നമുക്കറിയാം a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന രൂപത്തിൽ എഴുതണം. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതണം. എങ്കിൽ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന n. അപ്പൊ n സ്ക്വയർ പ്ലസ് 2ab 2 ഗുണം a ഗുണം ബി, a ഗുണം ബി, n ഗുണം 1, n ഗുണം 1 എന്ന് പറഞ്ഞാൽ n തന്നെ. അപ്പൊ 2n എന്ന് വരും. 2ab പ്ലസ് ബി സ്ക്വയർ, ബിയുടെ സ്ഥാനത്ത് 1, 1ന്റെ സ്ക്വയർ 1 തന്നെ. ഓക്കെ ആണോ? ശരി, അപ്പം ദാ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ അതിനെ എക്സ്പാൻഡ് ചെയ്ത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം ദാ അത് ഇങ്ങനെ വരും. അതിനെ ഒരു ബ്രാക്കറ്റിലാണ് കൊടുക്കേണ്ടത്, കാര്യം 3 വെളിയിലുണ്ട്. 3 ഗുണം ദാ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വെളിയിൽ 3 ഉണ്ടേ. ശേഷം പ്ലസ് ദാ ഇതിനകത്തോട്ട് ഗുണിക്കാം. അപ്പം 3n പ്ലസ് 3 എന്ന് വരും. 3n പ്ലസ് 3 നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം. n ക്യൂബ് പ്ലസ് മക്കളെ 3n സ്ക്വയർ പ്ലസ് 3n പ്ലസ് 1 പ്ലസ് അകത്തോട്ട് ഗുണിക്കുമ്പം 3n സ്ക്വയർ പ്ലസ് 3 2 6n പ്ലസ് 3 പ്ലസ് 3n പ്ലസ് 3 എന്ന് വരും. ഓക്കെ, അപ്പൊ ഒരേപോലെയുള്ള പദങ്ങളൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം. n ക്യൂബിന്റെ വേറെ പദങ്ങളൊന്നുമില്ല. അപ്പം n ക്യൂബിനെ അങ്ങനെ തന്നെ എഴുതാം. n ക്യൂബ്. അടുത്ത ഇവിടെ ഒരു പ്ലസ് 3n സ്ക്വയർ ഉണ്ട്. ഇവിടെ മക്കളെ ഒരു പ്ലസ് 3n സ്ക്വയർ ഉണ്ട്. പ്ലസ് 3n സ്ക്വയറും പ്ലസ് 3n സ്ക്വയറൂടെ നമുക്കറിയാം പ്ലസ് എത്ര? 6n സ്ക്വയർ എന്ന് വരും. 6n സ്ക്വയർ എന്ന് വരും. എടാ പ്ലസ് 3n സ്ക്വയറും പ്ലസ് 3n സ്ക്വയറോടെ കൂട്ടിയ പ്ലസ് 6n സ്ക്വയർ എന്ന് വരും. ഓക്കെ, അടുത്തത് ദാ ഇവിടെ ഒരു 3n ഉണ്ട്. 3n പ്ലസ് 3n. ഇവിടെ ഒരു 6n ഉണ്ട് പ്ലസ് 6n. ഇവിടെ ഒരു 3n ഉണ്ട് പ്ലസ് 3n. അപ്പൊ 3n 3n 6n 3 3 6 6 6 12 മൊത്തം 12n എന്ന് വരും. 12n. ഓക്കെ ആണോ? 12n എന്ന് വരും. അടുത്തത് ദാ എണ്ണൽ സംഖ്യകൾ കൂട്ടാം. ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. 3 3 6 1 7 എന്ന് വരും. പ്ലസ് 7 എന്ന് വരും. 3 3 6 1 7 എന്ന് വരും. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. n ക്യൂബ് പ്ലസ് 6n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 7. n ക്യൂബ് പ്ലസ് 6n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 7. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. 2008 സ്റ്റോർ കീപ്പറിന് ചോദിച്ച ചോദ്യമോ? പറഞ്ഞത് മനസ്സിലായോ മക്കളെ? ഈ 2 സാധനങ്ങൾ അറിയാമെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും ഉത്തരം ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമോ? മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. n ക്യൂബ് പ്ലസ് 6n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 7. അപ്പൊ നമ്മുടെ പോളിനോമിയൽ എന്ന ടോപ്പിക്കിന്റെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ ഓവറിന്റെ 12ാമത്തെ എപ്പിസോഡാണ് കണ്ടത്. തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലും ഇതിന്റെ ബാലൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്നോടൊപ്പം ചേരുക.
ഇതിനോടൊപ്പമുള്ള ക്വിസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ റാങ്ക് മെച്ചപ്പെടുത്തുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ സൂപ്പർ ഓവർ 12ാമത്തെ എപ്പിസോഡിൽ നിന്ന് ഇവിടെ പറയുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.